ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ക്രാഫ്റ്റ് മീ. അപ്പോൾ നമ്മൾ ഇന്നൊരു മിനി ഏച്ചർ ഓണസദ്യയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെതാ ഇതുപോലെ ഇത്രോ ഫോം ക്ലേസ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോം ക്ലേ വെച്ചുള്ള ഈസിയസ്റ്റ് ഓണസദ്യ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെതാ ഇതുപോലെ ഒരു കട്ടിയുള്ളൊരു പേപ്പർ, ഏതോ ഒരു പേപ്പർ ഞാൻ മാല മേടിച്ച ഒരു ചെയിൻ്റെ ഒരു ഷീറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൽ കുഞ്ഞു സദ്യ ആയതുകൊണ്ടാണ് അതെടുത്തത്. നിങ്ങളെ ഇതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇച്ചിരി ഫോം ക്ലേകളായതുകൊണ്ട് അത് വെച്ച് തട്ടിക്കൊട്ടൊരു ഓണസദ്യ. അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ ഓണം ഏതുവരെ എത്തി? കമൻസിലൂടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്യണേ. നമ്മുടെ ചാനലിൽ 404 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ ഇൻട്രാക്ട് ചെയ്യുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഗീവ് അവേ ഒക്കെ ഡിലേ ആവുന്നതും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടൊന്ന് സെറ്റായാലേ എനിക്കും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സെറ്റാവുള്ളൂ. നമുക്ക് കൂടുതലായിട്ട് ഗീവ് അവേ ഒക്കെ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ പോലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആരും ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗീവ് അവേ ഒക്കെ ഇങ്ങനെ ഡിലേ ആയി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും പിന്നെ ഞാൻ പറഞ്ഞു 100 പേരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 500 ഒക്കെ ആകുമ്പോൾ ഒരു കുട്ടി ഗീവ് അവേ ഒക്കെ ചെയ്യാമെന്ന്. പക്ഷേ ആരും എന്താ പറയുക ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ലൈക്കും ഒന്നും മറക്കരുത് കേട്ടോ. കാര്യം ഈസി ആയിട്ടാണ് നമ്മളിന്ന് ഈ സദ്യ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. അധികം എന്താ പറയുക, അധികം ടൈമൊന്നും ഇതിന് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. എങ്കിലേ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയില ദേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലേക്ക് വെക്കാനുള്ള ഓരോന്നും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചോറാണ് ഉണ്ടാക്കുന്നത്. അതിന് വൈറ്റ് ഫോം ക്ലേ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി പരത്തി നീളത്തിനാക്കുന്നുണ്ട്. നല്ലോണം നീളത്തിനാക്കിയിട്ട് നല്ല ചെറിയൊരു ഇതുപോലെ ചെയ്തെടുത്തിട്ട് കുഞ്ഞായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അരിമണിയുടെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി വീണ്ടും അതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ആ ഒരു ടെക്സ്ചർ പോലെ ഇങ്ങനെ കിട്ടും. ചോറ് പോലെ ഇങ്ങനെ തോന്നുന്ന രീതിയിൽ ഇതുപോലെ കൈവച്ചൊന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കേട്ടോ. ഇനി അതിനുശേഷം കുറച്ചധികം ചോറ് നമ്മൾ ഇലയിൽ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടാനായിട്ട് കുറച്ചുകൂടെ ഫോം ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ ചോറിങ്ങനെ കൂടിക്കിടക്കുന്ന ആ ഒരു ഫീല് കിട്ടും. എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ ആ ഒരു എന്താ പറയുക ചോറുണ്ടല്ലോ, അതിങ്ങനെ സൈഡിലേക്കൊന്ന് സെറ്റ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ചോറിങ്ങനെ നീങ്ങി കിടക്കുന്ന ആ ഒരു ഫീലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സൈഡ്സിലൊക്കെ ഇങ്ങനെ ചോറ് പോലെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ വൈറ്റും യെല്ലോയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് പോലെ ഇങ്ങനെ കിട്ടും. നമ്മൾ പപ്പടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുശേഷം ഇതുപോലെ റൗണ്ട് ചെയ്തൊന്ന് പ്രസ് ചെയ്യുമ്പം ഒരു റൗണ്ട്, കറക്റ്റ് റൗണ്ട് നമുക്ക് വേണ്ട, അങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം പെൻസിൽ വെച്ച് ജസ്റ്റ് ഹോൾ വീഴാത്ത രീതിയിൽ പതിയെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. കാര്യം എന്നത് പപ്പടം പൊള്ളി വീർത്ത് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത്, അതായത് ഹോള് വീഴണ്ട, അതുപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കുമ്പോൾ നമ്മുടെ പപ്പടം റെഡിയായി കിട്ടും കേട്ടോ. ഇതുപോലെ. ഇനി നമുക്കടുത്ത് പഴം ഉണ്ടാക്കാൻ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലത്തെ ടിപ്പ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പഴത്തിൻ്റെ ഒരു ഷേപ്പായിട്ടോ. ഇത്രയേ ഉള്ളൂ. പഴം ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ പഴം സെറ്റായി കിട്ടും കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? ഇനി നമുക്ക് അടുത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ചിപ്സാണ്. ചിപ്സിന് ഒരു കുഞ്ഞ് യെല്ലോ ഷേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് വിട്ടുപോയുടെ സൈഡ്സിലെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്, ടെക്സ്ചർ പോലെ കേട്ടോ. ഇനി അതിന് ശേഷം കറികൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത്രയും ഫോം ഗ്ലേസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മളൊരു പിങ്ക് ഫോം ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കത്രിക വെച്ച് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ബ്രഷ് പെന്നോ അല്ലെങ്കിൽ ഏത് കളറും ആവട്ടെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കറിയുടെ ആ ഒരു എന്താ പറയുക ഈ കളറുണ്ടല്ലോ നമുക്ക് പച്ചടി,
ഇതിനൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കടുകിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി 2-3 കറുത്ത ഡോട്ടും അവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കളർ വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഇതുപോലെ തന്നെ റെഡ് കളറും ഇതുപോലെ അത് വൈറ്റ് കളർ ഫോം ക്ലേ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ബ്രഷ് പെൻ ഉള്ളതുകൊണ്ടാണ് ബ്രഷ് പെൻ യൂസ് ചെയ്ത് കളർ ചെയ്യുന്നത്. അതിനുശേഷം കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിലെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓരോന്നും അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ആദ്യം അതല്ലല്ലോ, ഇഞ്ചിയാണ് ആദ്യം റെഡാണ് വെച്ചത്, പിന്നെയാണ് ഓർത്തത് കേട്ടോ. പിന്നെ അത് മാറ്റി വയ്ക്കുന്നുണ്ട്, തെറ്റിപ്പോയി. അപ്പോൾ ഇഞ്ചി, നാരങ്ങ, അങ്ങനെയൊക്കെ വയ്ക്കുന്ന അച്ചാർ കറക്റ്റായിട്ടുള്ള ഒരു ലെവലൊന്നുമല്ല. ഞാൻ ചെയ്ത കറികൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചാണ് വയ്ക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂടാ. ഞാനത് ഒട്ടിച്ച് എല്ലാം ഇതുപോലെ ചിപ്സ്, അതുപോലെ തന്നെ നമ്മൾ ഒരു ഉപ്പേരി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞി പപ്പടം വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു പഴവും കൂടെ ഇങ്ങനെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. പഴവും കൂടെ ഇതുപോലെ തന്നെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. അതുപോലെ എന്നിട്ട് പഴത്തിൻ്റെ ആ ഒരു ടോപ്പിലും താഴെയായിട്ട് ഗ്രീൻ കളർ വെച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കാര്യം പഴത്തിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പരിപ്പ് ഉണ്ടാക്കണം. പരിപ്പ് ചെയ്യാനായിട്ട് ഞാൻ പെയിൻ്റ് എടുത്തിട്ട് ഒരു ഗ്രീനും യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ആക്കിയിട്ടാണ് അതിലേക്ക് പരിപ്പ് ഒന്ന് സെറ്റാക്കി ഇതുപോലെ ഒന്ന് അതിൽ മണ്ടയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എന്തെങ്കിലും മിസ്സായി പോയടാ. ഇത് 3 കളറോടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പരിപ്പിൻ്റെ ഒരു കളറ് കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ പഴം ഇപ്പർ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പിൻ്റെ ഒരു ഇതോടെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുകിന് കറുത്ത ഫോം ക്ലേ ഇതുപോലെ ചുരുട്ടി തന്നെ മണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓണസദ്യ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.